പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ 21ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ അന്തർദേശീയ വാദ്യ മഹോത്സവ് 2024 സംഘടിപ്പിക്കുന്നു. വാദ്യ മഹോത്സവത്തിന്റെ ലോഗോ പ്രകാശന ചടങ്ങ് കേരള ഹൌസിൽ വാദ്യകുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ നിർവഹിച്ചു. കേരളത്തിലെ ക്ഷേത്രകലകളുടെയും മറ്റു കലകളുടെയും പ്രോത്സാഹനത്തിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ പറഞ്ഞു. 3.5 പതിറ്റാണ്ടായി ദില്ലിയിൽ പ്രവർത്തിക്കുന്ന ദില്ലി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ 21ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് വാദ്യ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ അന്തർദേശീയ കൂട്ടായ്മയിൽ ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ വാദ്യോപകരണ വിദഗ്ധർ പങ്കെടുക്കും. പരിപാടിക്ക് മുന്നോടിയായി വാദ്യമഹോത്സവത്തിന്റെ ലോഗോ പ്രകാശനം വാദ്യകുലപതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ നിർവഹിച്ചു. കേരളത്തിലെ ക്ഷേത്രകലകളുടെയും മറ്റു കലകളുടെയും പ്രോത്സാഹനത്തിനു വേണ്ടിയാണ് ഇത്തരമൊരു ക്ഷേത്രവാദ്യോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ പറഞ്ഞു. ഇന്റർനാഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും കലാകാരന്മാരെ കൂടി ഇല്ലെങ്കിൽ അത്തരം ഉപകരണങ്ങൾ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ പറ്റില്ല. തീർച്ചയായും അതിനുള്ള ശ്രമവും ചെയ്യും. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് എന്തൊക്കെ വേണം, ഇൻ്റർനാഷണലിലുള്ള ഉപകരണങ്ങൾ ആരൊക്കെയാണ് വരുന്നത് അവരൊക്കെ ഇവിടെ വരുത്തി പൂരം ദിവസം ഒരു പ്രത്യേക പരിപാടി 1/2 മണിക്കൂറോ 1 മണിക്കൂറോ അതും നമുക്ക് നിശ്ചയിക്കാനുള്ള ആലോചന ഉണ്ടാവും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. കേരള ഹൌസിൽ നടന്ന ചടങ്ങ് ദില്ലി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് കെ രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ വൈസ് ചെയർമാൻ ബാബു പണിക്കർ, ചീഫ് കോർഡിനേറ്റർ ചെറുതാഴം കുഞ്ഞിരാമൻ മാരാർ, ഡയറക്ടർ അനീഷ് പി രാജൻ തുടങ്ങി നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദില്ലി.